ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ, നമ്മളിന്നൊരു ചെറിയ ഡേ ഔട്ടിന് പോവാണ്. അപ്പോൾ ശരത്തേട്ടന് ഇന്നൊരു ചെറിയ ലീവൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ വീട്ടിലിരിക്കേണ്ട, വെക്കേഷനും അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതേ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. തനക്കുട്ടി ദേ ഡ്രസ്സൊക്കെ മാറി നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിലായാലോ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. വെക്കേഷനായിട്ട് നമ്മളിങ്ങനെ കുട്ടികളെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ടത്, എപ്പോഴും പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാമൊക്കെ ആയിട്ട് ബിസി ആയിട്ടിരിക്കുമ്പം ഇങ്ങനെ വെക്കേഷൻ കിട്ടുമ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലൊന്നും ഇരിക്കാറില്ല. എല്ലാ വീക്കെൻഡുകളിലും അല്ലെങ്കിൽ വീക്ക് ഡേയ്സൊക്കെ നോക്കിയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷമാണല്ലേ. നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരില്ലേ. എങ്ങോട്ടൊക്കെയെങ്കിലുമൊക്കെ എല്ലാവരും കൂടി ഇറങ്ങുന്നതും ചെറിയൊരു കറങ്ങുന്നതും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും പിന്നെ ഒരു നല്ല ക്വാളിറ്റി ടൈം വീട്ടിലെല്ലാവരും കൂടി സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ സിറ്റി ലൈഫിൽ നമ്മളിങ്ങനെ ബിസി ആയിട്ടുള്ള ലൈഫൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെയാണ് ചെറിയൊരു ആശ്വാസം, ഒരു റീഫ്രഷ്മെൻറ്റൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ പോവാണ്. അപ്പോൾ കാറിൽ കയറി ഞങ്ങൾ പോകുന്ന വഴിക്ക് മുഴുവൻ ഇവിടെ പിങ്ക് ബ്ലോസത്തിൻ്റെ കളിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിൽ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത് സമ്മർ ടൈമിൽ മാത്രമാണ് ഇത്ര ഭംഗിയിൽ പൂക്കുള്ളൂ. ഇത് കണ്ടോ, വയലറ്റ് നിറത്തിലുള്ള ഒരു മരം, അതിൽ വയലറ്റ് നിറത്തിലുള്ള പൂക്കളുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഈ ചെടിയും പൂക്കളും ഒക്കെ നോക്കിയിരിക്കലാണ് വണ്ടിയിൽ കയറിയ മെയിൻ പരിപാടി. എനിക്ക് ബാക്കിലിരിക്കാൻ പറ്റില്ല കേട്ടോ. ബാക്കിലിരുന്ന് എനിക്ക് നല്ല തലവേദന വരും. പിന്നെ കാറിലിരുന്ന് സംസാരിച്ച് എനിക്ക് നല്ല തലവേദന വരും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ ഇരുന്ന് പിന്നെ വോയിസ് ഓവർ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. ഈ പിങ്ക് ബ്ലോസം എന്ന് പറയുന്ന ഈ ഒരു പൂവിന് വേറെ വല്ല പേരുണ്ടോ എന്നൊന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഇത് കണിക്കൊന്ന കണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബാംഗ്ലൂർ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഈ മെയിൻ റോഡിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലായിട്ട് റോഡിൻ്റെ ഇങ്ങനെ ഈ പിങ്ക് ബ്ലോസം പൂത്തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും. ഇത് കാണാൻ തന്നെ കണ്ണിന് എന്തൊരു കുളിർമയാണെന്ന് അറിയാമോ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് കുറവുണ്ട് കേട്ടോ ഈ ഒരു റോഡിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് നന്നായിട്ട് വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. വഴിക്ക് മുക്കിലും മൂലയ്ക്കും എല്ലാം ഇത് തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത്ര അധികം ഈ മരം ഇവിടെ വെച്ച് പിടിപ്പിച്ചത് ആരായിരിക്കും എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഭംഗി ഇത് നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ഈ ഫൺ വേൾഡിൻ്റെ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൺ വേൾഡിൽ കയറാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യമില്ല, 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങളുടെ പുതുതായിട്ട് ഇവിടെ ഒരു അക്വേറിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണേണ്ടതാണ്. എൻ്റെ ദൈവമേ, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടോളൂ. ഇതിൽ പല വെറൈറ്റി ആയിട്ടുള്ള, തുടക്കത്തിലൊന്നല്ല, ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഞാനിങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള അടിപൊളി ഒരു അക്വേറിയം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി എത്തിക്കുക എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് എത്തുവാണെങ്കിൽ നമുക്ക് ഒരുപാട് റഷ് ഇല്ലാണ്ട് എല്ലാം കണ്ടു തീർക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വീക്കെൻഡ്സ് ആകുമ്പോഴത്തേക്കൊക്കെ നല്ല റഷായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ വെച്ച് പിടിച്ച കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ടെല്ലാം കണ്ട് ഇറങ്ങാനായിട്ട് പറ്റി. പക്ഷേ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നല്ല നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഇവിടെ മുഴുവനും. അപ്പോൾ ഞങ്ങളിവിടെ ഈ മമ്മി തന്നെയല്ലേ ഇത്, മമ്മി റിട്ടേൺസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ സിനിമയ്ക്കകത്ത്. അപ്പോൾ ഈജിപ്തിലെ പിരമിഡും അങ്ങനത്തെയൊക്കെ സെറ്റിങ്സൊക്കെ വെച്ചിട്ട് കുറച്ച് സംഭവം ആർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ മേലേക്ക് കയറുകയാണ് നമ്മുടെ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കയറി വന്നപ്പോൾ ഇവനെയാണ് കണ്ടത്. പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പേരെല്ലാം എഴുതി വയ്ക്കുന്ന പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എളുപ്പമുണ്ടല്ലോ എന്നുള്ളത്. ഇവിടെ കാണുന്ന എല്ലാ മീനുകളാണ് കേട്ടോ. അപ്പോൾ കാണുന്നതിൻ്റെ പേരൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഇതെന്തായാലും കണ്ടോളും മുഴുവനും ഈ വീഡിയോ. കാരണം അത്രയും വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വെറൈറ്റി മീനുകൾ കണ്ടിട്ടില്ല. ഇതിൻ്റെ മുഖം നോക്കി എന്തൊരു ക്യൂട്ടാണല്ലേ. എനിക്കൊരു പട്ടിക്കുഞ്ഞിൻ്റെ പോലെ അങ്ങനത്തെ ഒരു മൂക്കൊക്കെ കണ്ടോ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് പേര് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പേര് കമൻസിൽ അറിയിച്ചോളൂ. എനിക്കറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. എന്ത് രസമാണല്ലേ, തനുക്കുട്ടി പോയിട്ട് അതിൻ്റെ മൂക്കിൽ തൊട്ടാലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ ഗ്ലാസ്സിലും കാര്യങ്ങളൊന്നും
തൊടാനായിട്ട് പാടില്ല കേട്ടോ. കാരണം അവർ അത്രയും ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ അക്വേറിയം. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പരമാവധി ചെല്ലുന്നവർ എത്രയും നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നടക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട്. ഇവരൊരു കുഞ്ഞു ചില്ലുകൂട്ടിനകത്തോ അങ്ങനെയൊന്നല്ല കേട്ടോ ഇട്ടിരിക്കുന്നത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി മീനുകളാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭംഗിയുള്ള ഒരു എന്താ പറയുക, എന്ത് രസമാണല്ലേ കാണാനായിട്ട്. അത്ര രസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എപ്പോഴും തുടയ്ക്കലും തൂക്കലും ഒക്കെയാണ് ഇവർ. ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് തന്നെയാണ് പണി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളായിട്ട് കൈ കൊണ്ട് ടച്ച് ചെയ്ത് ചില്ലിൽ ടച്ച് ചെയ്താൽ പിന്നെ ഇവരെ കാണുമ്പോഴത്തേക്ക് ആ കൈയിൻ്റെ പാടൊക്കെ ആകുമ്പോൾ നമുക്ക് രസം ഉണ്ടാവില്ല കാണാനായിട്ട്. അതുകൊണ്ടാണ് അവർ മിനിറ്റിന് വന്നിട്ട് ഇങ്ങനെ തുടയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ കയറി വരുമ്പോൾ ഇത് ഇങ്ങനത്തെ മീനുകളെയാണ് കാണുന്നത് കേട്ടോ. നല്ല ഒരു ആഷ് കളറുള്ള മീൻ, നല്ല സൈസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല ഗുണ്ടപ്പന്മാരായിട്ട് നല്ല ഭംഗിയിലിരിക്കുന്ന മീനുകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനുകൾ. അവർ എക്കോസിസ്റ്റം നന്നായിട്ടിരിക്കുന്ന കാരണം കൊണ്ടായിരിക്കാം അവരെത്രയും ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അത് കുഞ്ഞു ഫിഷ് ടാങ്കോ അങ്ങനെ ഒന്നല്ല. അക്വേറിയം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വലുതാണ് കേട്ടോ. അവർക്ക് ഇഷ്ടം പോലെ നീന്തി കളിക്കാനും തുടിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. അപ്പം പലതരം ടാങ്കുകളിലായിട്ടാണ് മീനുകളെയൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. കാണാൻ തന്നെ ഒരു നല്ല വൈബാണ് കേട്ടോ. ഇതിനകത്ത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ അത്രയും രസമുണ്ട് ഇത് കാണാനായിട്ട്. ഈ ബാംഗ്ലൂരിലുള്ള ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണെങ്കിലും നിങ്ങൾ വന്ന് കണ്ടോളൂ. ഇത് കാണേണ്ടതാണ്. നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് കേട്ടോ ഈ ഒരു അക്വേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മീനിനെ നോക്കിക്കേ, എന്ത് രസമാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഉണ്ടല്ലോ മഞ്ഞക്കോരനെ നിങ്ങൾക്ക് അറിയാമോ? കിളിമീൻ എന്ന് പറയില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോട്ടയം ഭാഗത്തൊക്കെ കിളിമീൻ എന്നാണ് പറയുന്നത്, നമ്മുടെ അവിടെ മഞ്ഞക്കോര എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ആ ഒരു ചായയിൽ പെട്ടിട്ടുള്ള മീൻ കേട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ മഞ്ഞക്കോരയാണോ ഇത് എന്ന് ചോദിച്ചായിരുന്നു ശരത്തേട്ടനോട്. വായൊക്കെ കണ്ട് അങ്ങനെ തുറന്നു പിടിച്ചിട്ട് എല്ലാ മീനും ഡിഫറെൻ്റ് ആണ് കേട്ടോ. എല്ലാത്തിൻ്റെയും കളറുകളാണെങ്കിലും ഷേപ്പാണെങ്കിലും എന്താ പറയുക, എന്ത് രസമായിട്ടാണല്ലേ ദൈവം ഓരോന്നിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മളിതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നേരിട്ട് തന്നെ പോകണം. എന്നാലാണ് ആ ഒരു കാണാനുള്ള ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ അയലയാണെന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ മുഴുവൻ ഞാൻ കഴിച്ചിട്ടുള്ള മീനുകളെയായിരുന്നു ഇവരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ റിലേറ്റ് ചെയ്തിരുന്നത് കേട്ടോ. പക്ഷേ ഇവരതൊന്നും അല്ല കേട്ടോ. ഈ അക്വേറിയം കണ്ടോ എന്ത് നീറ്റാണെന്ന് നോക്കിക്കേ. എങ്ങനെ എപ്പോഴും ഫിൽറ്ററൊക്കെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ മീനിനെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഒരു ഗ്ലാസിൻ്റെ ജാറിനകത്ത് മീനിനെ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും ഡെഡായിപ്പോയി. എന്താണെന്ന് അറിഞ്ഞുകൂടെ നമ്മുടെ വീട്ടിൽ മീൻ വാഴുന്നില്ല. മീൻ നോക്കിയാൽ വെള്ള കളറുള്ള മാലാഖയെ പോലെയാണ് എനിക്ക് മീനിനെ കണ്ടപ്പോൾ തോന്നി കേട്ടോ. അത്ര ഭംഗിയായിരുന്നു. കണ്ണൊക്കെ നല്ല ചുവന്ന കളറായിരുന്നു കേട്ടോ. അപ്പോൾ തനക്കുട്ടി ഒരു ഇരുട്ട് ഭാഗത്തേക്ക് വന്നിട്ട് പറഞ്ഞത് ഇവിടെ തവള ഇരിപ്പുണ്ടെന്ന്. സത്യം പറയാൻ ഞാൻ ശരിക്കുള്ളതാണെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ അവൾ പോയി തൊട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അയ്യേ ശരിക്കുള്ളതല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ അക്വേറിയത്തിനകത്ത് കിടക്കുന്ന മീനുകൾ നമ്മൾ നല്ല ഫിൽറ്ററൊക്കെ വെച്ച് എപ്പോഴും ഫിൽറ്റർ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ ആണ് എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് നോക്കിക്കേ. പിന്നെ ഓരോ ടാങ്കിനകത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മീനിനെ നോക്കി എന്ത് രസമാണല്ലേ. എനിക്കറിഞ്ഞൂടെ ഇതിൻ്റെ ഷേപ്പൊക്കെ എങ്ങനെ പറഞ്ഞു തരണം എന്നുള്ളത്. ഒരു സിൽവറും ഒരു ആഷ് കളറും കൂടിയതായിരുന്നു. പിന്നെ ഇവരെ നോക്കിയേക്ക് എന്ത് രസമാണെന്ന് നോക്കിയേക്ക്. വീടിനകത്തേക്ക് കയറി പോവാണോ എന്ന് തോന്നിപ്പോയി എനിക്ക്. ഇവർ നോക്കി സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ ഈ ഒരു മീൻ. നല്ല ഓറഞ്ചും വൈറ്റും ഒക്കെ കളറിൽ. അപ്പം ഞാനൊന്ന് തനുക്കുട്ടിയോട് വീഡിയോ ഞങ്ങളെ ഒന്ന് എടുത്ത് തരുമെന്ന് ചോദിച്ചു. തനുക്കുട്ടിയാണ് എൻ്റെ ഒഫീഷ്യലായിട്ട് വീഡിയോസൊക്കെ എടുത്ത് തരുന്ന ഒരാൾ. ശരത്തേണ്ണാണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഭയങ്കര ചമ്മലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മീനെ നോക്കി മഞ്ഞ കറുപ്പ് വെള്ള എന്ത് രസമാണെന്ന് നോക്കി. എനിക്ക് പിടിച്ച് ഞെക്കി തിന്നാൻ തോന്നി. തിന്നാന്ന് വെച്ചാൽ ഞാൻ ശരിക്കും കഴിക്കണം എന്നല്ല പറഞ്ഞത്. നമുക്കിങ്ങനെ സന്തോഷമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഹായ് എന്ന് പറയില്ലേ, അതേ ഒരു ഫീലായിരുന്നു കേട്ടോ അവിടെ ഓരോന്നിനെ കാണുമ്പോഴും. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഒത്തിരി സമയം വേണം കേട്ടോ. എത്രയോ മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു അക്വേറിയം കണ്ടു തീർത്തത്. കാരണം അത്രയും ഉണ്ടായിരുന്നു. ഞാൻ ഓരോന്നിനെയും കണ്ട് പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ തന്നെ നോക്കി ആസ്വദിച്ചിട്ടൊക്കെയാണ് വന്നത്. ഇത് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന മീനാണെന്ന് തോന്നുന്നു. കളർ കണ്ടിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം
അപ്പം ഞാനിങ്ങനെ തന്നെയാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ സെൽഫി സ്റ്റിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ഒടിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊരു പുതിയത് ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കയ്യിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത്, നമ്മുടെ അക്വേറിയത്തിൻ്റെ കഥ അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ ഞാൻ എന്നെ തന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ആരെങ്കിലൊക്കെ അതിൻ്റെ ഇടയിലേക്ക് അങ്ങ് കയറി വരും. ഞാൻ വിചാരിക്കും എൻ്റെ അമ്മോ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ ഞാൻ ദേ അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഇതിനെ കാണുമ്പോൾ നമ്മുടെ പിലോപ്പിയോ അങ്ങനെ എന്തോ ഒരു പേരുള്ള മീനില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചായ കാച്ചലുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലായിരുന്നു ഈ മീൻ ഉണ്ടായിരുന്നത്. ഇതും അതെ, നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യാൻ വാങ്ങിക്കുന്ന ഒരു മീനിൻ്റെ ചായ ഉണ്ടല്ലേ. എനിക്ക് ഈ ഫുള്ളി അക്വേറിയം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്തായിരുന്നു അറിയോ, ഞാൻ ഈ മീനുകളെ ഒന്നും കഴിക്കാൻ പാടില്ല, എന്ത് രസമായിട്ട് അവർ ഇതിനകത്തൊക്കെ നടക്കുന്നതല്ലേ എന്നൊക്കെ തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നോൺ വെജ് വിഭവം എന്ന് പറയുന്നത് ഫിഷാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല, തനുക്കുട്ടിക്ക് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ നടുവൊടിഞ്ഞ മീൻ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ എന്നുള്ളത്. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരുപാട് തരം മീനുകളുണ്ട്. നടുവൊടിഞ്ഞ മീൻ, ഞാൻ ആദ്യം വിചാരിച്ചു ഒരെണ്ണത്തിന് എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്ന്. പക്ഷെ അല്ല കേട്ടോ, ഇതിനകത്ത് കുറേ മീനുകൾക്ക് ഇങ്ങനെ ഒരു നട്ടലിനൊരു വളവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ തരാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ഈ മുഷു എന്നൊക്കെ പറയുന്ന ഒരു മീനില്ലേ, ഇതിന് വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ടൈപ്പിൽ ഈ മീശയ്ക്കുള്ള മീൻ നമ്മൾ കുളത്തിൽ നിന്നും അവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണോ ഇതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. എന്താണെങ്കിലും അവരുടെ ഒരു ചായ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ദേ നിങ്ങൾ കേട്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ തന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ, സൗണ്ട് അവിടെ തന്നെ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്ക്, ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് വന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം ചത്ത് പൊന്തി കിടക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അല്ല, കള്ളന്മാരെല്ലാം ഇനങ്ങാണ്ട് നിൽക്കുന്നതായിരുന്നു. എന്തെല്ലാം കളറാണെന്ന് നോക്കി, ഓറഞ്ച്, വെള്ള, ബ്ലാക്ക്, മഞ്ഞ എല്ലാം ഉണ്ട്. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിക്കുമോൻ ആ മീനിനെ കണ്ടിട്ട് വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുപോകാമെന്ന് പറയായിരുന്നു. അവൻ പറയുകയാണേ, നമ്മൾ എന്താ അമ്മയെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതൊന്നും കാണാത്തതെന്ന്. അത് ശരിയാണല്ലേ, നമ്മൾ ഇതുപോലെ പോയി വാങ്ങിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള മീനുകളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ബാംഗ്ലൂർ വരുന്നവർ തീർച്ചയായിട്ടും മിസ് ഔട്ട് ചെയ്യാണ്ട് ഇരിക്കേണ്ട ഒരു പ്ലേസാണ് ഈ അക്വേറിയം പാരഡൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഇവിടെ താമസിക്കുന്നവരാണെങ്കിലും നിങ്ങൾ എന്തായാലും പോയി കണ്ടോളൂ. അത്രമാത്രം കാണാനായിട്ടുണ്ട്. ഇനി നല്ല വർണ്ണവിസ്മയമായ കാഴ്ചകളാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇതൊന്നും ഒന്നുമല്ല എന്ന് സാരം. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, പേര് അക്വേറിയം പാരഡൈസ് എന്നാണ്. നമ്മുടെ ഫൺ വേൾഡിൻ്റെയും പിന്നെ സ്നോ സിറ്റിയുടെയൊക്കെ അടുത്തായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. അടുത്തെന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് തന്നെയാണ്, നമുക്ക് ഏതിൽ വേണമെങ്കിൽ കയറാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഫൺ വേൾഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ ഒരു അക്വേറിയം പാരഡൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇത് ഇങ്ങനെ വന്നത് കേട്ടോ. കാരണം ഇത് അത്രയും പണിയുണ്ട് കേട്ടോ, നല്ല പണിയെടുത്തിട്ടാണ് ഇതൊരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മാത്രം കാണാനുണ്ട്. ഒറ്റ ഫ്ലോറൊന്നല്ല, 2 or 3 ഫ്ലോറൊക്കെ ആയിട്ടാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. അതിനിടയ്ക്ക് നോക്കിയേ, സീബ്രയുടെ ചായയുള്ളൊരു മീൻ, നല്ല ഭംഗി കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 1 day ട്രിപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഒഴിവൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ബാംഗ്ലൂരുള്ളവരോടാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 1 day ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാം. വർത്തായിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എടുത്തെടുത്ത് പറയുന്നത്. പ്രത്യേകിച്ച് ഒരുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കും ആസ്വദിക്കാനുള്ളത് ഇതിനകത്തുണ്ട്. ഒരുപാട് സ്പെഷ്യൽ സ്പീഷീസ് ഈ കടലിനകത്തൊക്കെ കാണുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ ഇന്നവരെ കാണാത്ത അത്രയും ജീവികൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഈ ഞണ്ടിനെയൊക്കെ നോക്കിക്കേ, നിങ്ങൾ ഇതുവരെ എങ്ങനെയുള്ളതിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പല കളറിൽ, ഓറഞ്ച്, ബ്ലൂ, മഞ്ഞ, ഗ്രീൻ, വൈറ്റ്, പിങ്ക്, ബ്രൗൺ എന്ന് വേണ്ട ഒരുപാട് തരത്തിലുള്ള ഞണ്ടുകൾ. ഈ മീനുകൾക്കൊക്കെ ജീവനുണ്ട് കേട്ടോ. സ്റ്റക്കായോണം എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊരു 1 day ട്രിപ്പ് ആണെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബാംഗ്ലൂരുള്ളവർ ഇവിടെ വന്ന് തീർച്ചയായിട്ടും കണ്ടോളൂ. എന്താ വെച്ചാൽ
അത്രയും വർത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടബോധം വരില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഒരു 2-3 മണിക്കൂർ, 2 മണിക്കൂർ എന്തായാലും എടുക്കും ഇത് കണ്ടു തീർക്കണമെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൺ വേൾഡിലോ അല്ലെങ്കിൽ സ്നോ സിറ്റിയിലോ ഒക്കെ കയറി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതും അതും എല്ലാം കൂടി നടക്കില്ല, ഏതെങ്കിലും 2 മാത്രമേ നടക്കുള്ളൂ. അതല്ല നിങ്ങൾക്ക് ഫൺ വേൾഡിൽ കുറച്ച് ടൈം മതി, സ്പെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചവരെ സ്നോ സിറ്റിയും ഈ അക്വേറിയം കണ്ടതിന് ശേഷം ഫൺ വേൾഡിനകത്തേക്ക് പോകാം. അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഞങ്ങൾ എന്താണെങ്കിലും ഇന്ന് വന്ന് കുളിക്കാനും നനയ്ക്കാനും ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് മാത്രം കവർ ചെയ്ത് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഫൺ വേൾഡിനകത്തേക്ക് ഞങ്ങൾ കയറുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ലൈവായിട്ട് നമുക്ക് മെർമെയ്ഡ് ഷോ ഉണ്ട്. അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നാണ് ഇത് കണ്ടവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് നിർഭാഗ്യവശാൽ ആ ഒരു ഷോ കാണാനായിട്ട് പറ്റിയില്ലായിരുന്നു. മെർമെയ്ഡ് ഇന്ന് ലീവിലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെ തന്നെയാണല്ലോ. ഞങ്ങൾ ആ മെർമെയ്ഡ് ഷോ മെയിനായിട്ട് കാണണമെന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ തനുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെർമെയ്ഡിനെ. അപ്പോൾ ആ ഒരു ഷോ മിസ്സാക്കരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്ന് ആ ഒരു ഷോ ഇല്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വിഷമമായിപ്പോയി. പിന്നെ തനുക്കുട്ടിയോട് ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് ഫൺ വേൾഡിൽ വരുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ഇവിടെ വന്ന് കാണാം എന്നുള്ളത് കേട്ടോ എന്ന്. അപ്പോൾ പിന്നെ അവൾ ഓക്കെ ആയിരുന്നു. പിന്നെ അവളെ എക്സൈറ്റഡ് ആക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വഴിക്ക് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അവൾ മെർമെയ്ഡിനെ മറന്നുപോയി കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞതായിരുന്നു അവിടെ ചെന്നാൽ മെർമെയ്ഡ് ഷോ ഉണ്ട്, അത് കാണാമെന്നൊക്കെ. പിന്നെ അതങ്ങ് മറന്നുപോയി. കുഞ്ഞല്ലേ, അവളിങ്ങനെ അങ്ങനെയൊന്നും ഓർത്തൊന്നും വയ്ക്കുകയൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഡൈനോസറിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഒരു കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റാച്യു പോലെ. അത് അവൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് തലേന്ന് അവൾ ഡൈനോസറിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ജുറാസിക് പാർക്കും ജുറാസിക് വേൾഡും ഒക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമകളാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ നടന്ന് ദേ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മീൻ കണ്ടോ, ഈ മഞ്ഞയും പിങ്കും ഗ്രീനും ഒക്കെ, ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ദൈവം അധികം ആയുസ് കൊടുത്തില്ല. ഒരു 1 വീക്ക് ആകുമ്പോഴത്തേക്കും എല്ലാം ചത്തുപോയി. ഒരെണ്ണത്തിനും എന്തോ ഒരു ഇൻഫെക്ഷൻ പോലെ വന്നതാണ് കേട്ടോ. അതാണ് നമ്മൾ നോക്കേണ്ടത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഗ്രീനിനായിരുന്നു. അതിൻ്റെ മേത്തെ തൊലിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് അത്ര വലിയ കാര്യമൊക്കെ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി ഉണ്ടായിരുന്ന 2-3 എണ്ണം കൂടിയും ചത്തുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. വീട്ടിലൊക്കെ അങ്ങനെ തന്നെയൊക്കെ നോക്കി വളർത്താൻ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും കുറേ ചത്തുപോയിട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടെ, വീട്ടിൽ മീൻ വാഴുന്നില്ല. ആകെ ഒരു മീനോ മറ്റേ ഇനിയിപ്പോൾ ബാക്കിയുള്ളൂ. ഞങ്ങളിതിൻ്റെ മുന്നേ നിൽക്കുമ്പോൾ അതിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ശരത്തനം കാട്ടി തരായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഗ്രീൻ ഡേ താഴെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ദേ മുന്നോട്ട് വന്നപ്പോഴേക്കും നല്ല തൊടിച്ചുരുണ്ട് കൊഴുത്ത മീനുകളെ കണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള മീൻ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് നോക്കിയേക്ക്, എന്ത് ഡിസൈനൊക്കെ കണ്ടോ അതിൻ്റെ മേലെയുള്ളത്, എന്ത് ഭംഗിയാണല്ലേ. നല്ല രസമുള്ള മീൻ. ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്ലോയിലൊക്കെ മൂവ് ചെയ്യുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മുഖമൊക്കെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദേ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇതുപോലെ ഗ്ലാസിൻ്റെ സിലിണ്ടർ ഷേപ്പിലുള്ള അക്വേറിയം. അപ്പോൾ അതിനകത്തെ മീനെയാണ് ദേ തനുക്കുട്ടി കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെ ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടികളെ കണ്ടുകൊണ്ട് ഞങ്ങളിതേ മുന്നോട്ട് പോകുന്നു. തനുക്കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തെത്തിയപ്പോഴത്തേക്കും അവൾ പറയായിരുന്നു ഞാൻ കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ഇതേ എന്തൊക്കെയോ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള
അത്രയധികം മീനുകളെ പല വെറൈറ്റി ഉള്ളത്. ഞാൻ എണ്ണി നോക്കിയിട്ട് തന്നെ ഒരു 100-ൽ അധികം ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റികൾ. പിന്നെ ഞാൻ എണ്ണാനായിട്ട് നിന്നില്ല, കാരണം നമുക്ക് എണ്ണിയാൽ തീരില്ല, അത്ര അധികം വെറൈറ്റി അതിനകത്തുണ്ട്. എത്രയാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള നമ്പേഴ്സ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ വന്നിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ അതൊന്നും ഓർമ്മയിലുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോലെ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫൈൻഡിങ് നീമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ? അതിനകത്ത് കാണുന്ന എക്സാക്റ്റ് അതേ മീനാണ് ആ ബ്ലൂ കളറിൽ അവിടെ ഓടി ചാടി നടക്കുന്നത്. ഇഷ്ടം പോലെ ആ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാണുന്ന എല്ലാ മീനുകളും ആ സിനിമയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു തീമിലാണ് ഇവരെ ഈ ഒരു അക്വേറിയത്തിനകത്ത് ഇട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു മൂവിയും കൂടി ഉണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫൈൻഡിങ് ഡോറിയോ അങ്ങനെ എന്തോ പേരായിട്ട്, ഒരു മീനിനെ തപ്പിയിട്ട് ഇങ്ങനെ നടക്കുന്നത്, അതിൻ്റെ മീനിൻ്റെ അച്ഛനും അമ്മയും അച്ഛനും ആരോ കിടന്ന് നടക്കണതൊക്കെ ആ ഒരു സിനിമയിലുള്ള മീനുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഇതേ കിടക്കുന്നു ജീവനില്ലാത്ത മത്സ്യകന്യക. ശരിക്ക് മെർമെയ്ഡിനെ കാണാനുള്ള കൊതിമൂത്ത് വന്ന തനുവിന് ദയവായിട്ട് അവിടെ ഒരു മെർമെയ്ഡിനെ കാണിച്ചു കൊടുത്തു. അവൾക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. അവൾ അവിടത്തോടൊന്ന് ഇവിടത്തോടൊന്ന് തൊട്ട് നോക്കുന്നു, ഇങ്ങനെ തന്നെയാണോ ജീവനുള്ളതെന്നാണ് അവൾ ചോദിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു അതേന്ന്, കാരണം അവൾക്ക് അങ്ങനെ കേൾക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ ഫൈൻഡിങ് ഡോറി എന്ന് പറയുന്ന സിനിമയിലുള്ള മീനിൻ്റെ വേറൊരു കൂട് കൂടി നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്തും അതേ സിനിമയിൽ കാണുന്ന എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ. ആ ബ്ലൂ ഒക്കെ ആ ഗണത്തിൽ പെടുന്നതാണ്. എനിക്ക് അങ്ങോട്ട് വീഡിയോയിൽ അത് അത്രയും ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല, പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇഷ്ടം പോലെ മീൻ കേട്ടോ, ആ നീമോൻ്റെ ചായയുള്ള മീനൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ അതിനെയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് വന്നു. എനിക്ക് എല്ലാ മീനുകളും ഇഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു മീനിന് എന്തോ ഒരു പ്രത്യേകത, ഒരു അട്രാക്ഷൻ കൂടുതലുള്ളതായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ പറ്റിയിട്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെയും കണ്ട് ഞങ്ങൾ ഒരു 5 മിനിറ്റ് കൂടുതൽ നിന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ സിനിമയിലുള്ള അതേ മീനിനെ വേറെയും കണ്ടായിരുന്നു കേട്ടോ. വെള്ളയും മഞ്ഞ പോകുന്നത്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളാം, നല്ല രസമാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് കേട്ടോ. ഫൈൻഡിങ് ഡോറി ആൻഡ് ഫൈൻഡിങ് നീമോ എന്ന് പറയുന്ന മൂവീസ് 2 ഫിഷിൻ്റെ മൂവീസാണ്. അപ്പോൾ അത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ മൂവിയാണ് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ വന്ന് കാണണം, അപ്പോൾ അവർ കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ആ കടലിൻ്റെ അടിത്തട്ടൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ ആ മൂവിക്കകത്ത് കാണിക്കുന്നുണ്ട്. പിക്കും തനും അത് കണ്ടിട്ടുള്ള കാരണം കൊണ്ട് അവർക്ക് ഇത് കണ്ടപ്പോൾ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ലൈവായിട്ട് കാണല്ലേ. അതിനിടയ്ക്ക് നമ്മുടെ മഞ്ഞക്കോരയുടെ ചായയുള്ള ഒരു മീനിനെ കണ്ടായിരുന്നു. ഇനിയാണ് നിങ്ങൾ അടിപൊളി ഒരു സംഭവം കാണാനായിട്ട് പോകുന്നത്. ഇവിടെ വന്നിട്ട് കണ്ണ് ചിമ്മാതെ ഞാൻ നോക്കി നിന്ന ഒരാളാണ് നമ്മുടെ ജെല്ലി ഫിഷ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അടിപൊളി ഒരു സംഭവം കാണിച്ചു തരാമെന്ന്. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ എനിക്കതിനെ നോക്കി നിന്നിട്ട് മതിയാവുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിന് സത്യത്തിൽ കണ്ണും മൂക്കും വായൊക്കെ ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി. കാരണം അങ്ങനെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ വേറെ ഇതിന് ജീവനുണ്ടെന്ന് അറിയിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. കുറേ എണ്ണമൊക്കെ ഇങ്ങനെ താഴെ അടിത്തട്ടിലൊക്കെ കുന്നുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ജെല്ലി ഫിഷിൻ്റെ സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന വേറൊരു മോഡലിലായിരുന്നു കേട്ടോ. നിറയെ ഇങ്ങനെ സിലിണ്ടർ ടൈപ്പിലുള്ള ഗ്ലാസിൻ്റെ ആ ഒരു ചില്ലുകൂടില്ലേ, അതിനകത്താണ് ഇവർ ഇട്ടിരുന്നത്. ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയായിരുന്നു. ഒരുപാട് എണ്ണത്തിന് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് തോന്നിയത് ഇതിനെ കണ്ടപ്പോഴായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ജെല്ലി ഫിഷിനെ. അങ്ങനെ
ദേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ദേ കണ്ടോ, മേലെ ചില്ലിൽ നമുക്ക് ഈ മീനുകളെയൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് പറ്റി. പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം ഒരു അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അവിടെ ഒരു മെർമെയ്ഡിനെ കൊടുത്തിട്ടുണ്ട്, കുറേ മീനുകളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരത്തേട്ടൻ പറയുന്ന മേലെ ഇരിക്കുന്നത് എല്ലാവർക്കും കാണിച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനത് കാണിച്ച് തന്നതാണ് കേട്ടോ. ശരത്തേട്ടനാണ് അത് ആ സമയത്ത് വീഡിയോ എടുത്തത്. അപ്പം ഞാൻ എന്തോ പറഞ്ഞു, പക്ഷെ അത് വീഡിയോയിൽ വന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞാലും കേൾക്കില്ല. അവിടെ ഭയങ്കര ബഹളമായിരുന്നു, ഈ വെള്ളം വീഴുന്നതിൻ്റെയും ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും കേട്ടോ. അപ്പോൾ ഞങ്ങളും ഈ മെർമെയ്ഡിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. നമുക്കങ്ങനെ എടുത്തു തരാനൊന്നും ആരൊന്നുമില്ല, ഞങ്ങൾ തന്നെ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ഇരുന്നിട്ടാണ് ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഭയങ്കര ബഹളമാണെന്ന്? നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെ ഏകദേശം ഒരു സെക്ഷനും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതോ. വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ. ഇനിയാണ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള അത്ഭുതം എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംഭവം നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ദേ ഫൈൻഡിങ് ഡോറയിലെ അടുത്ത ഫൈൻഡിങ് ഡോറി. എന്തൊരു ഭംഗിയാണല്ലേ, എന്ത് രസമായിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ലോകത്തിലെ ഏറ്റവും നല്ല കലാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ദൈവമാണെന്ന് പറയുള്ളൂ. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഓരോ സൃഷ്ടികളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കൊക്കെ കാണാനായിട്ട് ഈ ഭൂമിയിൽ എന്തെല്ലാമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയേക്കുക. ഞാനൊന്നും ഒരു കാൽഭാഗം പോലും കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും കണ്ടിടത്തോളം ഞാൻ പറയട്ടെ, എന്തൊരു മനോഹരമാണല്ലേ നമ്മുടെ ലോകം. നമ്മൾ ജീവിക്കണം ഈ ലോകത്തുനിന്ന് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉള്ള കാഴ്ചകളും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് കാരണം കൊണ്ട് ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം സന്തോഷത്തോടെ ഏറ്റവും അനുഗ്രഹപ്പെട്ട ലൈഫാണ് മനുഷ്യൻ്റേതെന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഭൂമിയിലുള്ളിടത്തോളം പറ്റാവുന്നത്ര കാഴ്ചകൾ കാണാം, പറ്റാവുന്നത്ര സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മീനിനെ കണ്ടപ്പോൾ തനുകുട്ടിക്ക് പാവം തോന്നി, പിണങ്ങിയിരിക്കുകയാണെന്നാണ് തനുകുട്ടി പറയുന്നത് കേട്ടോ. മോന്തയൊക്കെ കുത്തി വീർപ്പിച്ചിട്ടിരിക്കുന്ന ഒരു മീൻ. അവൾ പോയിട്ടൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. തനുകുട്ടിക്ക് അങ്ങനെയാണ് കേട്ടോ, ഈ ആനിമൽസിനോടും ബേർഡ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഏത് ജീവനുള്ള ജീവിയാണെങ്കിലും അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഒന്നിനോട് അറപ്പും വെറുപ്പും ഒന്നും അവൾക്കില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് വെറ്റിനറി ഡോക്ടറായ നല്ലതാണെന്നൊക്കെ അവൾ ഇടയ്ക്ക് പറയാറുണ്ട്. അവൾക്ക് മൃഗങ്ങളെ തൊട്ട് തലോടിയിരിക്കാനാണ് അത്രേ. എന്നോട് ഒരു ദിവസം ചോദിച്ചത്, അമ്മ ഈ ആനിമൽസിനെ ആരാണ് ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് അസുഖം വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു വെറ്റിനറി ഡോക്ടറായിരിക്കും എന്ന്. അപ്പോൾ അവൾ പറയണേ എനിക്കിന്നാ വെറ്റിനറി ഡോക്ടർ ആവണമെന്ന്. എന്തായാലും ഓരോരോ ആഗ്രഹങ്ങൾ. പിക്കുമോൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവൻ എല്ലാത്തിനെയും കണ്ട് നടക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും ഇതിനോടൊന്നും ഇത്രയും ക്രേസ് ഒന്നും അവനില്ല. അവന് മറ്റു ചില കാര്യങ്ങളോടൊക്കെയാണ് ഇഷ്ടം, എക്സൈറ്റ്മെൻറ്റൊക്കെ കാണാനും നോക്കാനും ഒക്കെ കേട്ടോ. ആനിമൽസിനോടൊന്നും അവൻ അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയമില്ല, ജസ്റ്റ് കാണാം അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പോകുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാണെന്ന്. ഇതാണ് ആ സംഭവം. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള അണ്ടർ വാട്ടർ ടണലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു.
കണ്ണിനൊക്കെ ഒരു കുളിർമയേക എന്നൊക്കെ പറയില്ലേ, ഇതിനകത്ത് കോറൽസും പലതരം ഈ നമ്മുടെ കടലിൽ കാണുന്ന പല സ്പീഷീസും ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മുടെ മീനുകൾ മാത്രമല്ലായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കടലിലുള്ള ടർട്ടിലില്ലേ, സീ ടർട്ടിൽ, അതിനെ കാണാം. പിന്നെ ആ പോകുന്ന ആളെന്നൊക്കെ റേസ് എന്നാണ് ഇതിനെ പറയുന്നത്. സ്റ്റിംഗ് റേ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ മലയാളത്തിൽ തിരണ്ടി എന്ന് പറയും. ആ ഒരു മീനാണ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല പരന്നാണ് അത് ഇരിക്കുന്നത്. ഞങ്ങളിവിടെ താഴെ അതിനെ കണ്ടായിരുന്നു. നല്ല പരന്നാണ് ഇരിക്കുന്നത്. അതിൻ്റെ വാലിന് കണ്ടോ, അതിനെ കഴിഞ്ഞും സൈസ് ഉണ്ട്. നല്ല നീളത്തിലാണ് വാല് കിടക്കുന്നത്. തിരണ്ടി കുത്തിയാൽ നമുക്ക് മരിച്ചു പോകുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ വിഷം കുത്തി കയറിയിട്ടുണ്ടെങ്കിൽ അല്ലേ, തിരണ്ടീൻ്റെ വാലുകൊണ്ട് അടി കിട്ടിയാൽ അത് എല്ലാ വർഷം ആ സമയമാകുമ്പോൾ പഴുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ നോണയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സാധനത്തിനെ കണ്ടപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇതിനെ കറിയെല്ലാം വയ്ക്കും, കഴിക്കാൻ പറ്റുന്ന മീനാണ്. ഒരുപാട് പ്രോട്ടീനും ഒക്കെയുള്ള മീനാണ് കേട്ടോ ഈ തിരണ്ടി എന്ന് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ കുറേ റെസിപ്പിയൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നോക്കണ്ടോ, കോറൽസും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി. മുക്കിന് ആൾക്കാർ നിന്നിട്ട് ഇതേ തുടച്ച് വൃത്തിയാക്കി നമുക്കൊക്കെ കാണാൻ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഈ ചില്ലും ഒക്കെ അവർ ക്ലീൻ ചെയ്ത് വൃത്തിയിൽ വെച്ചിരിക്കുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ മെയിൻറ്റെനൻസ് കാരണം കൊണ്ടാണ് ഇതിന് ഇത്രയും ഭംഗിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുന്നവരും ആ ഒരു മര്യാദ കീപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ വെക്കേഷനായിട്ട് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് എല്ലാവരും ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാംഗ്ലൂരിലുള്ള ആളുകളോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നിങ്ങൾ എന്തായാലും വന്നേക്കണം. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടബോധം തോന്നില്ല. അത്രയും വെൽ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം. ഈ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇനി അടുത്തൊരു സ്ഥലത്തേക്കും കൂടി പോകുന്നത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വേറൊരു വ്ളോഗ് പോലെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ബോറടിക്കും. അപ്പോൾ അടുത്ത എക്സൈറ്റിംഗ് വീഡിയോയൊക്കെ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതെന്തായാലും ഈ ഒരു അക്വേറിയം അല്ല കേട്ടോ, വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതൊരു സീക്രട്ടായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ദേ പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ടും എനിക്ക് ആ ഒരു അവരെ കണ്ടു മതിയാവുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും വന്ന് കണ്ടേക്കണേ. അടുത്ത വ്ളോഗിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.